Hello. Yeah. Good evening, all. So, welcome to yet another yet another session Live session. after our examination. So, I hope everyone are so happy after examination. So, we would like to listen from your side and tell me how was your exam. And definitely, we'll be also discussing regarding the examination. Reading, listening, writing and speaking എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാമിനേഷൻ ആൻഡ് ഇൻ എ നട്ട്ഷെൽ ഐ തിങ്ക് റീഡിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആയിരുന്നു അല്ലേ പ്രോബ്ലി മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് മൈറ്റ് ഹാവ് ഡൺ ദാറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ മെറ്റീരിയൽസും തന്നെ കവർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇതൊരു കോമൺ ടോപ്പിക്കായിരുന്നു അപ്പോൾ റീഡിങ്ങിൻ്റെ അങ്ങനെ ഒരു ടോപ്പിക്കാണ് വന്നത് എന്ന് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ വർ സോ ഹാപ്പി ഫോർ ദാറ്റ് സെയിം ആൻഡ് ഓഫ് കോഴ്സ് അതിനോടൊപ്പം തന്നെ എന്താ പറയുക സി പാർട്ടിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സി പാർട്ട് ഇസ് ഓൾവേസ് നമ്മൾ ഇത്ര നാളും എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്നത് അങ്ങനെയാണ് അല്ലേ ലിസണിങ് വാസ് ഓൾസോ ഇറ്റ് വാസ് വെരി ക്ലിയർ പക്ഷേ ട്രിക്കി ആയിരുന്നു എന്ന് പറഞ്ഞു സ്റ്റുഡൻസ് പൊതുവേ ഉള്ളൊരു ജനറൽ ഐറ്റിയാണ് ആൻഡ് ഓൾസോ ഫോർ റൈറ്റിംഗ് ഇറ്റ് വാസ് എൻ ഒബിയസ് It was a non-case letter, right? Yes, a non-case letter and speaking there have been a lot of repeated cards. So, idana in a nutshell. So, we'll go deep into it. Before that, I think we'll start with the comments. So Sanjal, hi. Hi, Sanjal. How are you? Anita, Andrews. Good evening. Good evening. Divya Chakko. Hi, Hi. Divya. So, everyone is joining. By that time, we'll be discussing on reading and listening. Also, we have got few viewers. Sandra, Santosh, hi. Sandra, I think all the highs and hellos are to you. Okay. So, it's to Okay. ma'am. Oh, really? Yes, Yeah. Priya. Actually, Priya has given a hi Okay. for you as well. Thank you. Okay. Lijo, hi. Yeah, fine. So, you know what? They feel like they'll get a response from my side than you. ഓക്കെ അപ്പം എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് അല്ലേ ഇന്നത്തെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ആൻഡ് ഐ ഗോട്ട് ലോട്ട്സ് ഓഫ് വി ബോത്ത് റിസീവ് ലോട്ട്സ് ഓഫ് മെസ്സേജസ് ആൻഡ് കോൾസ് ഇൻഫാക്ട് ഫ്രം ഓൾ ദ സ്റ്റുഡൻസ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എല്ലാവരും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു പൊതുവെ Yes, as always. It depends. റിഗാർഡിംഗ് മൈ മൊഡ്യൂൾ ഐ വുഡ് സേ റൈറ്റിംഗ് വുഡ് ബി റൈറ്റിംഗ് വാസ് ദറ്റ് ഈസി അല്ലേ Yes. നല്ല So, ഈസി ആയിട്ടുള്ള non-case. കേസ് അതെ നോൺ കേസ് എന്ന് കേട്ടപ്പോൾ തന്നെ സാറ് പറഞ്ഞത് വേർഡ് ലിമിറ്റ് എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ് പിന്നീട് നമ്മൾ എനിക്ക് തോന്നുന്നു കേസ് നോട്ടിലൂടെയൊക്കെ പോയപ്പോഴത്തേക്കും ദാറ്റ് വാസ് ഇൻ എ പ്രോബ്ലം യെസ് സോ ഡെഫിനറ്റ്ലി വിൽ ബി മൂവിങ് ഇൻ ഡീപ്പ് ഇൻ ടു ദോസ് തിങ്സ് എനിക്ക് തോന്നുന്നു എല്ലാവരും എപ്പോഴും എക്സാം കഴിഞ്ഞിട്ട് ഈഗലി വെയിറ്റ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് റൈറ്റിംഗ് ടാസ്ക് ഡിസ്കഷൻ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു സെഷൻ്റെ ആദ്യ പാർട്ട് റൈറ്റിംഗ് ടാസ്ക് വെക്കുന്നത് തന്നെ ബിക്കോസ് വി സീരിയസ്ലി നോ ദാറ്റ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് അതുപോലെ നമ്മൾ റൈറ്റിങ്ങിന് കൂടുതൽ എല്ലാ കുട്ടികൾക്കും ഒ ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളായാലും സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന സ്പീക്കിംഗ് മൊഡ്യൂൾസിനും റൈറ്റിംഗ് മൊഡ്യൂൾസിനും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് സെഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ സോ പ്രിയങ്ക മാമിൻ്റെ സെഷൻസ് എല്ലാ ഓൾട്ടർനേറ്റീവ് വീക്സിലും എല്ലാ തേഴ്സ്ഡേയും നിങ്ങൾക്ക് ഉണ്ടാവും ആൻഡ് ദറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ സ്റ്റുഡൻസ് ഫോർ അപ്പിയറിംഗ് ഫോർ ദി എക്സാമിനേഷൻ ഓൺ വിത്തിൻ ദ 2 days. യെസ് ഡെഫിനറ്റ്ലി നോട്ട് ഫോർ ദ സെയിം ലൈക്ക് അവർക്കും ഉണ്ട് ഒപ്പം തന്നെ ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് എല്ലാ ലൈവ് സെഷൻസിലും പറയാറുണ്ട് ഗോ ബാക്ക് ടു ദ സ്പെക്കുലേഷൻ വീഡിയോസ് പ്രീവിയസ് വീഡിയോസ് ടു അതിൽ ബിക്കോസ് നമ്മൾ ഓരോ ദിവസവും ഓരോ ഏരിയ എടുത്തിട്ടായിരിക്കും കവർ ചെയ്യുന്നത് വി ഓൺലി ഹാവ് 1 hour ടു ഡിസ്കസ് സോ എപ്പോഴും എല്ലാ സ്റ്റുഡൻസിനോടും പറയുക എസ്പെഷ്യലി എക്സാം പ്രിപ്പയർ ചെയ്ത് ഡേറ്റ് എടുത്തിരിക്കുന്നവരോട് പറയുക അതെല്ലാം ഒന്ന് നോക്കിയേക്കണം എന്നാണ് അല്ലേ സർ യെസ് സോ ദാറ്റ് റിയലി മാറ്റേഴ്സ് അതുപോലെ തന്നെ റൈറ്റിങ്ങിന് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും ഒരു ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഈ റൈറ്റിങ്ങിൽ ഇപ്പം ഐ ഹാവ് ബീൻ ടീച്ചിങ് OIT ഫോർ പാസ്റ്റ് സോ ആൻഡ് സോ ഇയേഴ്സ് സോ നമ്മൾ രണ്ടുപേരും അല്ലേ എല്ലാവരും സോ നമുക്ക് ഈ കുട്ടികൾക്ക് കോമൺ ആയിട്ട് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്സുകളുണ്ട് അത് കുറേ എത്ര പറഞ്ഞാലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ കോമൺ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ഫ്രൈഡേ നമ്മൾ ഒരു ലൈവ് സെഷൻ ചെയ്യുന്നത് യെസ് സംടൈംസ് വി ഫെയിൽ ടു റെക്കഗ്നൈസ് ദ റൂട്ട് കോസ് അപ്പോൾ അത് എന്താണെന്നുള്ളത് റൂട്ട് വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് നമ്മൾ മറക്കില്ല മാത്രമല്ല ഇന്ന ഗെയിമിംഗ് വേ ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾ മറക്കത്തുമില്ല സോ ആ ഒരു എന്താ പറയുക ലേണിംഗ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രമാറ്റിക്കൽ ക്വിസുകൾ അല്ലെ ലെറ്റ്സ് ഗ്രാമർ എന്ന പേരിൽ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്
സോ അത് നിങ്ങൾ ഡെയിലി എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആക്റ്റീവായിട്ട് കമൻറ്റ്സ് ചെയ്യുക. ലൈക്ക് നമ്മളിപ്പോൾ എന്നും ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ചെറിയ ഏതെങ്കിലും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് തരികയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്റ്റുഡൻസ് കോമൺലി കണ്ടുവരുന്ന ലെറ്റേഴ്സിൽ നിന്ന് പിക്ക് ചെയ്യുന്ന സ്പെസിഫിക് സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് തരുന്നത്. യെസ്, അതായത് നമ്മളിപ്പം ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് തന്നെ വരുന്ന അൺനോയിങ്ലി വരുന്ന മിസ്റ്റേക്സ് നമ്മൾ പിന്നീട് ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നത് ദിസ് ക്യാൻ ഹാപ്പൻ ടു സ്റ്റുഡൻസ് ആസ് വെൽ എന്ന് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അത് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് യു മേ നോട്ട് റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. So we have few more highs, and this time they're very particular. They've mentioned your name too. Hi, Thank Lijo. you for being generous. Hi, Lijo. Hi, Jasmine Siriak. Sanoop. Hi, Sanoop. Yeah, Reena Cherian. Hi, Yeah. Hari sir and Priyanka ma'am. Thank you. Okay. Hi. Nichita, hello. It's been, I think, nice to see you again. Okay. So Phoebe, hello Phoebe, and Srija. Srija. Good evening, Srija. Yes. I think a lot of students online as well as regular students have given us the details. Exam കഴിഞ്ഞിട്ട് അവരുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കേസ് നോട്ടിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ തന്നു അല്ലേ സർ? പെർട്ടിക്കുലർലി പറയാനാണെങ്കിൽ ഐ തിങ്ക് ഫെബി വാസ് വൺ അല്ലേ? And Sharon, hi Sharon, and happy to see you both. Happy to see you, Sharon. Anita Ropin, hello. Grishma, hi. Beena Santosh, hello. Vinci, hi Vinci. And Shubhankini, hello, hi. over to YouTube as well, we have some comments. Sandra, good evening. Ammu Gutti, hi. Devi B has directly asked me out regarding writing module, I guess. Yes. Hi sir and ma'am. In writing I mentioned patient's doctor as GP in address. I mentioned about hospital admission details in first paragraph. Is it wrong? I think definitely we'll be discussing on the same. Definitely. Like, നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് writing discussion I will be answering for this for sure. So Animal, hi. Rachel, hi. Mammu, MV, yeah, hi. Hello. So yeah. Okay, then Ratin, VR, hi both. Hi Ratin. Yes. And Shruti Vishal, hi. Nice to see you. Resna, hello Resna. Sonia, hi. Thank you for being here. And regarding the crash course, നമ്മൾ എല്ലാ ലൈവ് സെഷനിലും നമ്മൾ പ്രൊമോട്ട് റിമൈൻഡ് ചെയ്യാറുള്ള കാര്യമാണല്ലോ ക്രാഷ് കോഴ്സിന്റെ കാര്യം. സോ എല്ലാ എക്സാമിനേഷനും ഇനി വരുന്ന ഏത് എക്സാമിനേഷനും നമ്മൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദറ്റ് ഈസ് ഫോർ റിപ്പീറ്റേഴ്സ്. എല്ലാവരും ആലോചിക്കുക, ദറ്റ് ഈസ് ഫോർ റിപ്പീറ്റേഴ്സ്, നോട്ട് ഫോർ ബിഗിനേഴ്സ്. ആൻഡ് ഓൾസോ ലൈക്ക് റിപ്പീറ്റേഴ്സ് എന്ന് പറയാൻ കാരണം റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മൊഡ്യൂൾസുമായിട്ട് പരിചിതരറിയണം. You should be familiar with all the 4 modules. That is what we believe. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചോ അങ്ങനെയൊന്നല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ you should at least know all the 4 modules. What are like you should at least get some practice because നമ്മൾ directly crash course-ൽ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻസും എക്സാം ബേസ്ഡ് മെറ്റീരിയൽസും ആണ് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. സോ അത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ യൂസ്ഡ് ആയിരിക്കണം. ആൻഡ് വൺ മോർ തിങ്, യു ഷുഡ് ഹാവ് സം ടൈം. ഈ ഒരു 4 വീക്സ് മുതലുള്ള ക്രാഷ് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് എക്സാമിന് 1 മന്ത് മുതൽ 4 വീക്സ് 3 വീക്സ് 2 വീക്സ് ക്രാഷ് കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസിന്. ആൻഡ് ഈ ക്രാഷ് കോഴ്സിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും 2 പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും നിങ്ങൾ ഡെയിലി ചെയ്യുക. ആൻഡ് ഓൾസോ നമുക്കിതിൽ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും അതുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അതിൽ പ്രീ ബുക്ക് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് അവസാനം നമ്മൾ എല്ലാവരെയും അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ളൊരു പ്രശ്നം ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എല്ലാവരും തന്നെ എക്സാം ഡേറ്റ് എടുത്തവരായിരിക്കും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ. അപ്പോൾ അവർ 2-3 വീക്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളതിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നമ്പർ ഓഫ് ട്രെയിനേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റുഡൻസിനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമുക്കിതിൽ മാസ്റ്റർ ക്ലാസ്സസ് എല്ലാ മൊഡ്യൂൾസിനും ഡെയിലി നിങ്ങൾക്ക് മാസ്റ്റർ ക്ലാസ്സസ് കിട്ടുകയാണ്. അത് ക്രാഷ് കോഴ്സ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഉണ്ടാവും. റൈറ്റിംഗ് സ്പീക്കിങ്ങിന് ഡെയിലി ഞങ്ങളുടെ ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ട് റീഡിംഗ് ലിസണിങ്ങിലേക്ക് വരികയാണെങ്കിലും നമുക്ക് എന്താണ് ഓൺലൈൻ സ്റ്റുഡൻസിനും റെഗുലർ സ്റ്റുഡൻസിനും നമുക്കിവിടെ 1 hour വെച്ചിട്ട് ഓൺലൈൻ സ്റ്റുഡൻസിന് 1 hour വെച്ചിട്ട് നമുക്ക് പല സമയങ്ങളിൽ രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ പല സമയങ്ങളായിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ ടൈമിങ്ങിൽ നിങ്ങൾക്ക് എപ്പോഴും ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലെക്സിബിൾ ടൈമിങ്സ് വെച്ചിരിക്കുന്നത്. And that sessions are also led by language professionals, clinical masters ഒക്കെ അത് ലീഡ് ചെയ്യുന്നുണ്ട്.
സോ ഇതൊക്കെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. സോ ക്രാഷ് കോഴ്സ്, എസ്പെഷ്യലി ക്രാഷ് കോഴ്സ് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ടൈം ഉണ്ടാവണം. 12 hour ഡ്യൂട്ടി ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഓൺലി ഹാവ് എ ലാസ്റ്റ് മിനിറ്റ്. അവർ അത്രയും എന്താ പറയുക, ആ ഒരു വർക്ക് സ്കെഡ്യൂൾ, ടൈറ്റ് സ്കെഡ്യൂളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, യു ടേക്ക് എ number of days leave from your work for preparing examination, at least at the verge of the examination. ആ എക്സാമിനേഷൻ്റെ അടുപ്പിച്ച് വരുമ്പോഴെങ്കിലും അങ്ങനെ you should have some time to spend. ഇപ്പോൾ ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ നോർമൽ കോഴ്സ് ആണെങ്കിലും നമ്മൾ സമയം കണ്ടെത്തേ പറ്റുള്ളൂ. ബട്ട് കമ്മിങ് ടു ക്രാഷ് കോഴ്സ് നമ്മളോട് ഞാൻ 2 modules ചെയ്യുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ ഡെയിലി 2 റൈറ്റിംഗ് കറക്ഷൻസ് ആണ് നിൽക്കുന്നത്. അപ്പം ഇത് എഴുതാനുള്ള സമയം എന്നൊക്കെ ഉണ്ടാവണം, കറക്ഷൻസ് വാങ്ങിക്കാൻ സമയം ഉണ്ടാവണം, 2 കാർഡ്സ് ചെയ്യുന്നു, 2 റീഡിംഗ് ലിസണിങ് മെറ്റീരിയൽസ് ചെയ്യുന്നു, ഇതിന് 1 hour ഡിസ്കഷൻ ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ എൻ്റെ പ്രിയങ്ക മാമിൻ്റെ സെഷൻസ് ഡെയിലി നമ്മൾ ചെയ്യുന്ന റൈറ്റിംഗ് സ്പീക്കിംഗ് മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള എഫക്റ്റീവായിട്ട് കിട്ടണമെങ്കിൽ ഇതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ക്രാഷ് കോഴ്സിന് വിളിക്കുന്ന കുട്ടികൾ ഇതും കൂടെ ഒന്ന് ആലോചിക്കുക. എക്സാം കഴിഞ്ഞിട്ട് ഐ തിങ്ക് ദർ ബിൻ ലോട്ട് ഓഫ് കമന്റ്സ്. യൂഷ്വലി നമ്മൾ റിസൾട്ട് ഡേയിലാണ് ഇങ്ങനെ കമന്റ്സ് കാണാറ്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ റിസൾട്ട്സ് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് വർക്ക് ഉണ്ടായിരുന്നാണ് എല്ലാ മാസ്റ്റർ ക്ലാസ്സസിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അറ്റൻഡ് ചെയ്ത മാസ്റ്റർ ക്ലാസ്സസ് വെരി താങ്ക്ഫുൾ ആണ്, വെരി ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് വാട്ട്, നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഫുള്ളസ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂടെയുള്ള ടൈം ഉണ്ടെങ്കിൽ we do understand the pain that students put for this examination. കാരണം ഈ ക്രാഷ് കോഴ്സ് കുട്ടികൾ വിളിക്കുന്നത് 2, 3, 4, 5, 6, 8 തവണ വരെ എഴുതിയിട്ടുള്ളവരല്ലേ. അപ്പോൾ ഇങ്ങനെ പലതവണ എക്സാം എഴുതി റിക്വയർഡ് സ്കോർ കിട്ടാത്ത കുട്ടികളാണ് കൂടുതലും നമ്മുടെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്യും. മെറ്റീരിയൽസിൻ്റെ ഭാഗമായാലും ആ ട്രെയിനേഴ്സിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സെഷൻസ്, ഒരു റിയൽ ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടിക്ക് കിട്ടുന്നത് തന്നെ ആ ഒരു കെയറും അറ്റൻഷനും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓൺലൈനിലും പരിശ്രമിക്കുന്നത്. സോ അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. സോ ഇൻ എ നട്ട്ഷെൽ വാട്ട് വി പ്ലാൻ ഇസ് ലൈക്ക് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള എക്സാം സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, സമയം മാറ്റി വയ്ക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കി വെക്കുക, ഞങ്ങൾ ഈ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബിക്കോസ് ഇൻ ദ മിഡിൽ ഓഫ് ദ സെഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടുകളാണ്. നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എക്സാം ഡേറ്റ് എടുത്തൊരു കുട്ടി വന്നിട്ട് ചോദിക്കുന്ന പോലെ അല്ല, അല്ലാണ്ട് വന്നിട്ട് ഒരു റിപ്പീറ്റേഴ്സ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന പോലെ അല്ല ഒരു എക്സാം സ്റ്റുഡൻറ്റ് വന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സംഹൗ അത് ചിലപ്പോൾ ചിലർ അറിയാതെ അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് സെഷനിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു പിക്ചർ എക്സാം എഴുതുന്ന കുട്ടികൾക്ക്. അതായത് നമ്മൾ ഇനി ദ അപ്കമിങ് എക്സാംസ് ആർ ഫോർ September 10th and September 24th. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി September 10th അഡ്മിഷൻസ് ക്ലോസ് ആണ്. നമുക്കതിന് ഇനി വി ആർ റിയലി സോറി ഫോർ നോട്ട് അഡ്മിറ്റിംഗ് എനിവൺ എനിമോർ അല്ലേ ടു September 10th ക്രാഷ് കോഴ്സ്. പക്ഷേ September 24th സ്റ്റിൽ ഓപ്പൺ ആണ്. നമുക്ക് ബൈ നെക്സ്റ്റ് തേഴ്സ്ഡേ നമ്മൾ 15 days plus 3 mock ടെസ്റ്റിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ക്രാഷ് കോഴ്സ് ബിഗിൻസ് ബൈ ദിസ് തേഴ്സ്ഡേ. അപ്പോൾ നിങ്ങളതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ September 24th എക്സാം ഡേറ്റ് എടുത്ത കുട്ടിയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ. പക്ഷേ നിങ്ങളത് ഒന്ന് പ്രീ ബുക്ക് ചെയ്തിരിക്കണം. എക്സാം ബുക്ക് ചെയ്യാത്തവർക്കുള്ളതല്ല. രാവിലെ വന്നിട്ട് അഡ്മിഷൻ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് 2 പേർക്കും അത് ബുദ്ധിമുട്ടാവും. സോ അത് നിങ്ങൾ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് പ്രീ ബുക്ക് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. സോ ആൻഡ് ഓൾസോ coming back to the examination. Yes, so hi Grishma Anand, Beena Santosh, hello Pinsimol. Yes, I think we have gone through that. Resna, hi. Sonia, hi Das, Grishma Anil, Sunita, Shibu, hello, good evening. Soumya, hi. Amrita, hi. Blesson, Simon, hi madam, hi sir, hello, hi. Febby, hello Febby. Okay, say Reena. Yes, ma'am, it's really effective. Thank you so much. One of our class students, I guess, അല്ലേ? Yes. Okay, thank you. ഇങ്ങനെയുള്ള മെസ്സേജസ് ആണ് നമ്മുടെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ദിസ് വിൽ നെവർ ലെറ്റ് അവർ എനർജി ഡൗൺ. ഇപ്പം ഇന്നലെ റൈറ്റിങ്ങിന് എക്സാം ബാച്ചിൽ നിന്ന് എക്സാം ആയിരുന്നു. ഇന്നലെ നമ്മൾ എക്സാം ക്രാഷ് കോഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ റൈറ്റിംഗ് സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്.
സോ കുറേ പേര് ഐ വാസ് റിയലി ഹാപ്പി. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ക്ലാസ്സസിൻ്റെ ഒരു ഓവറോൾ ഒരു ഓവർവ്യൂവും അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. ഐ വാസ് റിയലി ഹാപ്പി ടു ഹിയർ ദറ്റ്. എപ്പോഴും കേൾക്കണം, നമുക്കും അത് ഇറ്റ്സ് ലൈക്ക് ഗീവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നൊരു എനർജിയാണ്. അത്തരത്തിലുള്ള അപ്രീസിയേഷൻസ് എപ്പോഴും നല്ലതാണ്. Okay, so Priyanka, I'm also Priyanka. Hi Priyanka. So please speak in English, please. We'll sure. Definitely try Jasna. in both the ways. Okay. Jasna, hi ma'am. Okay, hi Jasna. Jasna, hi sir. Okay. Anushka, Chelsa, hi. Happy hello. to see you. Glad to say that I cleared OET. Your letters helped me a lot. Thank you, sir. Yeah. So you've got a thank you. Okay. All highs to me and thank yous to you. Glad Okay. to Yeah, especially our like discussion. the letters, classes. I think if you're talking about the letters that we upload in the Facebook, it is we both who write the letters. Thank you for acknowledging that. Okay. ഫേസ്ബുക്കിൽ നമ്മൾ ഈ കുറേ കേസ് നോട്ട്സും റാൻഡമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് നോട്ട്സും അതിൻ്റെ മോഡൽ ആൻസേഴ്സും നമ്മൾ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഐ തിങ്ക് സമയത്തിൻ്റെ ഒരു പരിമിതികൾ പറഞ്ഞാൽ നമുക്ക് ഡെയിലി അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ലൈക്ക് ഓൺ എ ഡെയിലി ബേസിസ് അല്ലേ, ഫ്രം നൗ ഓൺ. ആ സമയത്തിൻ്റെ ഒരു തിരക്ക് വരുന്നതുകൊണ്ടാണ്. But definitely we'll try to do it. Yeah. Definitely. So Janie M. Shaji, you are amazing. Thank you so much. Who is amazing? Like me or you or both? Both it might be. Okay, Shiny. Hi Shiny. Okay. So I think sir, you can start with the writing task as we have just mentioned. So we have some messages in the YouTube as well. Good evening ma'am and sir. Eldos Kuriakos, Eldos, hi Eldos. Shiji, Indira, good evening Shiji. Ashu talks. Okay, I think she's what would be the fee for 15 days crash course, ma'am? Definitely. You can Ashu, contact in the number below and you'll get all the information about the Yes. same. And please tell me about crash course fee. Okay, so that's again about the crash course. So this is definitely you'll get all the details. You can just ping to the number given below or in the screen. You'll get all the details in detail. Okay. Okay, so Shiny, Bijoy, hi. Hello. I think yes. I've covered that. Okay, so ഒരുപാട് പേര് അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളായിരുന്നു അല്ലേ. yes. So I think we will straight away move to the writing discussion. ഞാൻ എപ്പോഴും നിങ്ങളോട് റൈറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഓൾവേസ് ഐ കീപ് ഓൺ റിമൈൻഡിങ് സ്റ്റുഡൻസ് റിഗാർഡിങ് ദ അപ്രോച്ച്. ഇപ്പോൾ ഡിസ്കഷൻ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അപ്രോച്ച് ടു എ കേസ് നോട്ടാണ്. ബിക്കോസ് ലൈക്ക് ഐ എം ഫ്രം എ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്. I do not have any kind of nursing background. Or we both, or most of the staffs working in Subtle Language Academy, the main ആയിട്ടുള്ള ആളുകളെല്ലാം ലാംഗ്വേജ് പ്രൊഫഷണൽസ് ആണ്, along with clinical trainers. Definitely, we have got a brilliant bunch of clinical trainers as well. working really hard. Really admit their effort too, അല്ലേ? Yes, definitely. അവർ കുറേ പാഷനേറ്റ് ട്രെയിനേഴ്സ് നമുക്കുണ്ട്. ഇപ്പം ജോലി ചെയ്യുന്നതിനിടയ്ക്ക് വരെ ഈ പറയുന്ന ട്രെയിനിങ് ചെയ്യിക്കണം എന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈവൻ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, പിന്നെ ഈവൻ ഇവിടുത്തെ പോയിട്ട് പുറത്താണെങ്കിലും ലൈക്ക് വി വുഡ് ലൈക്ക് ടു ടീച്ച് ഫ്യൂ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ട്. സോ ലൈക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ റൈറ്റിംഗ് ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എപ്പോഴും ഞാൻ കുട്ടികളോട് പറയുന്നൊരു കാര്യം, കേസ് നോട്ട്സ് ആർ ഓൾവേസ് ഡിസൈൻ ടു ട്രാപ്പ് സ്റ്റുഡൻസ്. അത് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും നിങ്ങളെ പല രീതിയിൽ കൺഫ്യൂസ് ചെയ്യാനായിട്ടായിരിക്കും. ഒരു ഇഫ് ദ വൺ ഹു ഡിസൈൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഹാസ് ഗോട്ട് സം ബ്രില്യൻസ്, ഐ വുഡ് സേ ഡെഫിനറ്റ്ലി ദേ ആർ ബ്രില്യൻറ്റ്. എല്ലാവരും നല്ല കേസ് നോട്ട്സ് ആണ് എപ്പോഴും. പല രീതിയിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കേസ് നോട്ട്സിലും കാണാറുണ്ട്. Otherwise what happens is like if you just copying down the information that really doesn't help the examiners to find out your brilliance in language. കാരണം ഇത്രയും ലക്ഷങ്ങളോ കുട്ടികളാണ് എക്സാമിനേഷൻ എഴുതുന്നത് അല്ലേ. അതിൽ എല്ലാവരെയും പാസ്സാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. So there should be some point 50% is difficult. Yes. 30% is also difficult. Yes. I think the percentage would be 10 or 15, I guess, right? Yes. Appropriately. ചെറിയ പെർസെന്റ് ആണ്. Approximately. Yes. So ചെറിയ പെർസെന്റ് ആണ് എപ്പോഴും OET. They themselves prefer to pass the students. The best students, I guess. Yes. സോ അതുകൊണ്ട് തന്നെ അവർ കീ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഇട്ടേക്കും, വെദർ ദ സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ എന്ന് നോക്കാനായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രില്യൻസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗ ഡു യു അസിമുലേറ്റ് ദ ലാംഗ്വേജ്, ആ ലാംഗ്വേജ് മനസ്സിലാക്കി
ആ ലാംഗ്വേജ് മനസ്സിലാക്കി നിങ്ങൾ അതിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു വിവേചന ടാലൻറ്റ്, ആ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടെയാണ് അല്ലേ. സോ അപ്പാർട്ട് ഫ്രം ജസ്റ്റ് റൈറ്റിംഗ് ഡൗൺ വാട്ട് യു സീ, സ്പെഷ്യലി ഈവൻ IELTS-ലാണെങ്കിലും ആ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ നല്ല രീതിയിൽ കുറേ എസ്സേ എഴുതിയെങ്കിലും ടോപ്പിക് ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ സ്റ്റുഡൻറ്റ് ക്ലിയർലി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. അപ്പോൾ അങ്ങനെയും അവർ നോക്കും. അപ്പോൾ ലാംഗ്വേജ് ഉണ്ട് ആ കുട്ടിക്ക്, പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ഇഫ് the student was unable or failed to understand the question, means they'll reduce the marks certainly. So that applies here as well. So ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ലൈക്ക് ഞാൻ ഒരു ലാംഗ്വേജ്, ഞങ്ങളെല്ലാവരും ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളാണ്. ഞാൻ മാമൊക്കെ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. നമുക്ക് നഴ്സിംഗ് നോളജ് ഇല്ല, അല്ലെങ്കിൽ ക്ലിനിക്കൽ നോളജ് ഞങ്ങൾക്ക് ഇല്ല, നോളജ്. അതെ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ക്ലിനിക്ക് ഒക്കെ ഇടാൻ തോന്നുന്നുണ്ട്. ബിക്കോസ് വി ഹാവ് ബീൻ ഓൾവേസ് ഇൻ ടു ദിസ് ക്ലിനിക്കൽ തിങ്സ്. So now I think we are getting enlightened with a lot of clinical knowledge. But still like ഒരു layman knowledge ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ ഞങ്ങൾക്ക്. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഒരു കേസ് നോട്ടിനെ അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു സ്പീക്കിംഗ് കാർഡിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ടാണ്. സോ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസ് ആണ് പഠിക്കുന്നത് അല്ല. നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് 4 വർഷം പഠിച്ച് വർക്ക് ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേസ് നോട്ടിനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചാൽ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് language is a barrier in understanding the concepts given in the case notes. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിൽ ഒരു എലവേറ്റഡ് ലാംഗ്വേജ് ഒന്നും അവർ ഫോളോ ചെയ്യുന്നില്ല അല്ലേ. വളരെ നോർമൽ ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് അവർ ക്ലിയർലി പറയുന്നത് ദിസ് ഇസ് നോട്ട് എ ടെസ്റ്റ് ഓഫ് യുവർ ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് ഇസ് എ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് അവർ തന്നെ കൃത്യമായി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. സോ ദേ ഹാവ് ടു സ്റ്റിക്ക് ടു ദെയർ വേർഡ്സ്. ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരുപാട് മെഡിക്കലി അല്ലെങ്കിൽ ഒരുപാട് മനസ്സിലാക്കാത്ത രീതിയിലുള്ള വാക്കുകളൊന്നും കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. പക്ഷേ അങ്ങനെ ഒരു കേസ് നോട്ട് അല്ല. നമുക്ക് കേസ് നോട്ട്സിൽ ബേസിക് ലാംഗ്വേജിലുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. സോ ലൈക്ക് റീഡിങ്ങിലാണെങ്കിൽ നമുക്ക് പിന്നെ പറയാം ലൈക്ക് ദർ ക്യാൻ ബി സം കൺഫ്യൂസിങ് സെൻറ്റൻസസ് അല്ലെങ്കിൽ അൺഫെമിലിയർ വേർഡ്സ് എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് പറ്റുന്നൊരു പ്രശ്നം ഇത് ഞാൻ സംസാരിക്കുന്നത് ഇനി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു കോമൺ കാര്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല. ഇപ്പം ലൈക്ക് ലാസ്റ്റ് സെഷൻ വെൻ ഐ ഹാവ് ഡിഡ് ലൈവ് സെഷൻ യെസ്റ്റർഡേ ഒരു കുട്ടിയുടെ കമൻറ്റ് ഉണ്ടായിരുന്നു ലൈക്ക് സോഷ്യൽ ഹിസ്റ്ററി, സോഷ്യൽ വർക്കറിന് ലെറ്റർ എഴുതുമ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയാണ് എഴുതേണ്ടത്. സോ അത് അങ്ങനെ പഠിച്ച് വെച്ചിരിക്കുകയാണ്. ലൈക്ക് ഞാൻ ആ കുട്ടീനെ ബ്ലെയിം ചെയ്തതല്ല, ബട്ട് ദിസ് ഈസ് ഹൗ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കൺസീവ് ഐഡിയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കേസ് നോട്ടിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാത്ത നമുക്ക് കൺഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആൻഡ് ഓവർ ടു ദിസ് ക്വസ്റ്റ്യൻ I would say this is a non-case letter, and in fact everyone would agree with that. Yes, I think the term was like quite confusing for the students, especially adinte oru avashyam undairunilla. Patients doctor. Yeah, yes. So because it's very clear that but if you go through the official site and if you just go through the information that they have given, they have clearly mentioned a non-case ആണെങ്കിൽ patients doctor, patients GP എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ അവർ ശ്രമിച്ചിരിക്കുന്നത് നമ്മളെപ്പോഴും നോൺ കേസ് ലെറ്റേഴ്സിൽ പേഷ്യൻസ് GP എന്ന് പറഞ്ഞാൽ കാണാറ് അല്ലേ. പക്ഷെ ഇവിടെ അവരൊരു വ്യത്യസ്തമായിട്ട് പേഷ്യൻസ് ഡോക്ടർ എന്ന് മാത്രം. അതൊരു ലൈക്ക് ഐ ആം നോട്ട് സെയിങ് ദിസ് ഇസ് അൻ അൺഫെമിലിയർ വേർഡ്. ഡെഫിനറ്റ്ലി ഇത് ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. പക്ഷേ എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പേഷ്യൻസ് GP എന്ന് എഴുതി പഠിച്ചിട്ട് പക്ഷേ പെട്ടെന്ന് പേഷ്യൻസ് ഡോക്ടർ എന്ന് കാണുമ്പോൾ ഇത് നോൺ കേസ് തന്നെയാണോ? ലൈക്ക് അത് ഐ ഡോണ്ട് തിങ്ക് ആരും അത് കൺഫ്യൂസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഡോ ബിലീവ് ദാറ്റ് സ്റ്റിൽ നൗ. പക്ഷേ like these thoughts can haunt us while we sit in the examination hall. പേഷ്യൻസ് ഡോക്ടർ എന്തെങ്കിലും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ശരിക്കും നോൺ കേസ് തന്നെയാണോ എന്നുള്ള ചില തോട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ. പക്ഷെ അതാർക്കും ലൈക്ക് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ഇതാരും കൺഫ്യൂസ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പേഷ്യൻസ് ഡോക്ടർ കൃത്യമായിട്ട് അവർ വളരെ ലിറ്ററലി ആൻഡ് ടെക്നിക്കലി പറഞ്ഞിട്ടുണ്ട്. യെസ്, അവിടെ ഒരിക്കലും അവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് പിന്നെ ഈ ലെറ്ററിലേക്ക് വരികയാണെങ്കിൽ നോൺ കേസ് ലെറ്റേഴ്സിൽ പൊതുവേ വരുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ സ്റ്റുഡൻസ് കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി ദ വേർഡ് കൗണ്ട്. കാരണം നമുക്ക് സോഷ്യൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി പോലെയുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് കണക്ട് ചെയ്ത് എഴുതാനുള്ളതുണ്ടാവും. നമുക്ക് പ്രീവിയസ് ഐ റിയലി ഫോർഗോട്ട് ദ എക്സാം ഡേറ്റ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് എഴുതാനുണ്ടായിരുന്നു അല്ലേ. നോൺ കേസ് ലെറ്റർ ഐ ഫോർഗോട്ട് ദ ഡേറ്റ്. നിങ്ങൾക്ക് അത് ഒന്ന് ബാക്ക് പ്രീവിയസ് റൈറ്റിംഗ് ഡിസ്കഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 2 months ഉള്ള റൈറ്റിംഗ് ഡിസ്കഷനാണ് എക്സാമിനേഷൻ വന്ന്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം ഒരിക്കലും സോഷ്യൽ ഹിസ്റ്ററി വേണ്ട എന്ന് പറഞ്ഞ് നോക്കുകയും ചെയ്യേണ്ട ഇരിക്കരുത്. ഒന്ന്
സ്കാൻ സ്കിമ്മിങ് അല്ലേ ചെയ്ത് വിടുക. അതെ. ആൻഡ് അതിലെന്തെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് പ്രസൻറ്റിങ്ങിലേക്ക് ബന്ധപ്പെടുത്തി എഴുതാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. കാരണം ദർ ഇസ് നോ മിസ്റ്റേക്ക് ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കുക. പക്ഷേ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന സോഷ്യൽ അല്ലെങ്കിൽ നോൺ കേസ് ലെറ്റേഴ്സിൽ ഒരിക്കലും നമുക്ക് സോഷ്യൽ ഹിസ്റ്ററി മെഡിക്കൽ ഹിസ്റ്ററി എഴുതാറില്ല. അപ്പോൾ കുറേ കണ്ടന്റ് കുറഞ്ഞു അല്ലേ. പിന്നെ നമുക്കവിടെ എന്താണ് ആ റിസീവറിനോട് നോൺ കേസ് ലെറ്റർ എന്ന് പറയുമ്പോൾ ആ റിസീവറിന് ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ ഒരു പരിധി വരെയുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് വരെ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം ജസ്റ്റ് നൗ സംഭവിച്ച പ്രസൻറ്റിങ് കംപ്ലയിൻസ് മുതലുള്ള ആ റീസെൻ്റ്ലി പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലൈസേഷൻ മുതലുള്ള ഇൻസിഡൻ്റ് ആണ് ആ റിസീവറിന് അറിയേണ്ടത്. ബാക്കി അതിന് മുമ്പ് ഉള്ള ഇൻസിഡൻസ് എല്ലാം അവരുടെ ഫയൽസിൽ റെക്കോർഡ് ആയിരിക്കും. സോ അത് നമ്മൾ വീണ്ടും എടുത്തെഴുതേണ്ട കാര്യം ഇല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ലെറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പേഷ്യൻസ് ഡോക്ടറിനാണ് ഇവിടെ ലെറ്റർ എഴുതേണ്ടത്. ആൻഡ് ഒരുപാട് വലിയൊരു കേസ് നോട്ടായിരുന്നതാണ് കുട്ടികൾ പറഞ്ഞിരുന്നത്. ഒരുപാട് ഇൻഫർമേഷൻ, ഇപ്പോൾ സോഷ്യൽ ഹിസ്റ്ററി മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് ദർ ഈസ് എനിത്തിങ് ടു ബി കണക്റ്റഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്ത് എഴുതാൻ പറ്റിയ എന്തെങ്കിലും ഇൻഫർമേഷൻ സോഷ്യൽ ഹിസ്റ്ററിയിലോ മെഡിക്കൽ ഹിസ്റ്ററിയിലോ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. വിൽ ഡിസ്കസ് ഓൺ ദാറ്റ് കേട്ടോ. ഓക്കെ, പക്ഷേ സോഫാർ എനിക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഒരു ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കേസ് നോട്ടിലേക്ക് വരികയാണെങ്കിൽ ജോർജ് വുഡ്വാർഡ് എന്ന് പറയുന്ന ഒരു 80 ഇയേഴ്സ് ഉള്ള ഒരു പേഷ്യൻ്റാണ്, ഒരു ഓൾഡ് പേഷ്യൻ്റാണ് വീണ്ടും പോയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദേ കീപ്പ് ഓൺ ഗിവിങ് ദിസ് പാറ്റേൺ. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ പറയേണ്ട കാര്യമില്ല, ടുഡേസ് ഡേറ്റ് ഒബ്വിയസ്ലി 8th of January തന്നെയാണ്. ഐ തിങ്ക് ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു എക്സ്പെക്ട് ത്രൂ ഔട്ട് ദിസ് ഇയർ. അപ്പം ഇനി അത് പറയുന്നതിൽ വലിയ പോയിന്റില്ല, ബട്ട് സ്റ്റിൽ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഈ വർഷം മുഴുവൻ OIT നമുക്ക് തരുന്നത് 8th of January ആണ് ടുഡേസ് ഡേറ്റ് ആയിട്ട് തരുന്നത്. സോ ദാറ്റ് ഈസ് ടു ബി നോട്ടഡ്. ഓക്കെ, സോ ഈ പേഷ്യൻറ്റിന് ടുഡേസ് ഡേറ്റ് 8th January ആണ്. ലൈക്ക് 10 days ബിഫോർ അപ്രോക്സിമേറ്റ്ലി 28th of December ഈ പേഷ്യൻറ്റിന് ഒരു ബേൺ ഉണ്ടായി, റൈറ്റ് ലെഗിൽ ഒരു ബേൺ ഉണ്ടായിട്ട്, അതായത് എന്തോ ഒരു ഗാർഡനിൽ ഉണ്ടായൊരു ഫയറിൽ എന്തോ ഒരു പ്ലാസ്റ്റിക് ഒരു എന്തോ വീണ് മറ്റോ ആണ് ഈ പേഷ്യൻറ്റിൻ്റെ റൈറ്റ് ലെഗിൽ ഒരു ബേൺ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ബേൺ ഉണ്ടായി ഈ പേഷ്യൻറ്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ആ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ആ പേഷ്യൻറ്റിന് അവിടെ നിന്ന് കെയർ കൊടുത്ത മാനേജ്മെൻറ്റ് കൊടുത്ത ഡോക്ടറാണ് ഈ പറയുന്ന റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോക്ടർ അവിടെ കെയർ കൊടുക്കുന്നു, മാനേജ്മെൻറ്റ് കൊടുക്കുന്നു, ഡ്രസ്സിങ് ചെയ്യുന്നു, കാര്യങ്ങളും കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് വിടുകയാണ്. പക്ഷേ അവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് ആ സമയത്ത് അവിടെ സ്കിൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പേഷ്യൻ്റ് അന്നത് റിലക്റ്റൻ്റ് ആയിരുന്നു. പേഷ്യൻ്റ് അതിനുമായിട്ട് കോപ്പറേറ്റ് ചെയ്തില്ല. പേഷ്യൻ്റ് പറഞ്ഞു അത് നോർമലി തന്നെ ഹീലായിക്കോട്ടെ എന്ന രീതിയിലൊരു സ്റ്റാൻഡായിരുന്നു. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ അമ്മ ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ, റീസെൻ്റ് ആയിട്ടൊരു ഓപ്പറേഷനിൽ മരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിന് അതിനെപ്പറ്റി ഇച്ചിരി കൺസേൺഡും കാര്യങ്ങളൊക്കെ അവോയ്ഡൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് പേഷ്യൻ്റ് പറഞ്ഞു വേണ്ട, വീട്ടിൽ വിട്ടാൽ മതി എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും 1ാം തീയതി മുതൽ, അത് 28th December പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. സോ 1st of January മുതൽ നമ്മൾ റൈറ്റർ ഓഫ് ദ ലെറ്റർ, നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സാണ് പ്രൊവൈഡിങ് ഹോം വിസിറ്റ്. സോ നമ്മൾ 1st of January മുതൽ പേഷ്യൻറ്റിന് ഹോം വിസിറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സോ ഓരോ ഹോം വിസിറ്റിൽ ഈ 1st of January, പിന്നെ 4th of January ആൻഡ് ടുഡേ, അങ്ങനെ 3 ഹോം വിസിറ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രോഗ്രസ്സും മാനേജ്മെൻറ്റും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പേഷ്യൻറ്റിന് ഇനീഷ്യലിയൊക്കെ പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ഹോം വിസിറ്റ് 1st of January സ്ലോ വോണ്ട് ഹീലിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പെയിൻ ആദ്യമൊക്കെ ഇനീഷ്യലി 7/8 ഒക്കെ ആയിരുന്നു പേഷ്യൻറ്റിൻ്റെ, 7/10 ആയിരുന്നു പെയിൻ സ്കെയിൽ. പിന്നെ അത് പയ്യെ പെയിൻ കുറയുന്നു. ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വാബൊക്കെ എടുത്തിരുന്നു ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം വേറെ ഫൗൾ സ്മെല്ലിംഗ് ഒന്നും ഇല്ല, ഓർഡറൊന്നും ഇല്ല. ആൻഡ് ഇൻഫ്ലമേഷൻ വൂണ്ടിലുണ്ടായിരുന്നു, കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് വരുന്നു. ആൻഡ് 4th of January ആയപ്പോഴത്തേക്കും ഈ ഹീലിംഗ് കുറച്ചും കൂടെ പ്രോഗ്രസീവായിട്ട് വരുന്നു. ആൻഡ് എഡ്ജസ് ആൻഡ് ഏരിയാസ് ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു 1st January, ഇപ്പോൾ പയ്യെ അത് ഹീൽ ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് ടിഷ്യൂ ഓഫ് എപ്പിത്തലൈസേഷൻ നോട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ആൻഡ് 1st of January നെക്രോട്ടിക് ടിഷ്യൂ ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങിയെന്നും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തേക്ക് വരുമ്പോൾ, ടുഡേസ് ഡേറ്റിലേക്ക് വരുമ്പോൾ പേഷ്യൻറ്റിൻ്റെ പെയിൻ സ്കോർ 3/10 എന്ന രീതിയിലേക്ക് മാറുകയും ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്തു. പേഷ്യൻ്റ് നല്ല പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. പിന്നെ എക്സ്കർഷൻ ടിഷ്യൂ ലിഫ്റ്റ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ പറയുന്നുണ്ട്.
ആൻഡ് അപ്പോൾ നമ്മൾ ഈ റൈറ്റർ ഓഫ് ദ ലെറ്റർ അല്ലേ, ഹോം വിസിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നേഴ്സായ നമ്മൾ പേഷ്യൻറ്റിനോട് ഡോക്ടർ അന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് സ്കിൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പോസിബിലിറ്റിയെ പറ്റി പറഞ്ഞിരുന്നു. അന്ന് റിലക്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും പേഷ്യൻറ്റിനോട് നേഴ്സ് അത് പറഞ്ഞപ്പോൾ പേഷ്യൻറ്റ് ആസ് വില്ലിങ് അത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എടുക്കുകയാണ്. സോ ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ പേഷ്യൻറ്റിൻ്റെ കറണ്ട് ഹെൽത്ത് സ്റ്റേറ്റസും ഹോം വിസിറ്റിൻ്റെ ഡീറ്റെയിൽസും ഡോക്ടറിനോട് അപ്ഡേറ്റ് ചെയ്യാനാണ് ഈ ലെറ്റർ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി സിമ്പിൾ ലെറ്റർ അല്ലേ? So I think you can actually note down the word what exactly mean by update. Yes. So ഇത് നോൺ കേസ് ലെറ്റേഴ്സിൽ പൊതുവേ വരുന്ന അല്ലെങ്കിൽ പൊതുവേ എന്നല്ല എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ഓൾവേസ് സേ ദിസ്, ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് ടു ദ കറന്റ് ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് മിസ്റ്റർ എക്സ് ഹു റിക്വയർസ് സോ ആൻഡ് സോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് ആർക്കും ഒരു ഇംഗ്ലീഷ് ബേസിക്കലി എഴുത്തും വായന അറിയാവുന്ന ഒരാൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് എഴുതാവുന്ന ഒരു കാര്യമുള്ളൂ. സോ ഇവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് മാത്രമല്ല ക്ലീഷേ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരുപാട് ക്ലീഷേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഏതൊരു ടൈപ്പ് ഓഫ് ലെറ്റർ കിട്ടിയാലും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന കുറേ കോമൺ ക്ലീഷേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആൻഡ് തിങ്ക് 100,000 കുട്ടികൾ ഒരു എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ ക്ലീഷേ സ്റ്റേറ്റ്മെന്റ്സ് ബിക്കോസ് ഐ സേ ദിസ് ഇസ് ക്ലീഷേ ബിക്കോസ് ദിസ് ഇസ് ബീൻ followed by students many years I would say. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 100,000 കുട്ടികളുടെ എക്സാമിനേഷൻ എഴുതുന്നത് വിചാരിക്കുക. ആ 100,000 കുട്ടികളും എഴുതുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ആൻഡ് തിങ്ക് ഒരു എക്സാമിനറുടെ കയ്യിൽ ഒരു 100 പേപ്പർ അല്ലെങ്കിൽ 50 പേപ്പർ വാലുവേറ്റ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എക്സാമിനർ ഈ 50 പേപ്പറും ഒരുപോലെ ഇരിക്കുകയാണെന്നല്ല ഇരിക്കുന്നത് അല്ലേ? there should be something for them at least to have an eye on, to look on. ഒരു നോർമൽ ലെറ്റർ എഴുതി നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതല്ല. നമ്മൾ എപ്പോഴും എഴുതുന്ന ഒരു പെർഫെക്റ്റ് ഡ്രാഫ്റ്റ് ആയിരിക്കണം. നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി യുണീക്നെസ് അവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്കൊരു ഡിഫറെന്റ് സ്കോറും തരാൻ തോന്നുന്നത്. ഡെഫിനറ്റ്ലി അവിടെ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി സെൻസിബിൾ, ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കണം. ഒരുപാട് ഒരു ഒരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു എസ്സേ റൈറ്റിംഗ് യൂസ് ചെയ്യരുത്. ഫോർമൽ ആയിട്ടുള്ള സാധാരണ രീതി തന്നെ എഴുതിയാൽ മതി. പക്ഷെ ട്രൈ ടു മേക്ക് ഇറ്റ് ന്യൂറോൺ വേർഡ്സ്. അതാണ് എപ്പോഴും നല്ലത്. ഇപ്പം നമ്മളാണെങ്കിലും ഇവിടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മളിവിടെ പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് നമ്മൾ എല്ലാ റെഗുലർ സ്റ്റാഫുമായിട്ടിരുന്ന് ഒരുമിച്ചിരുന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിന് എനിക്ക് തോന്നുന്നു ഞാൻ 35 ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ പേപ്പർ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു സ്ട്രെച്ചിലിരുന്നാണ് നമ്മളൊരു സമയം കണ്ടെത്തി ആ ഒരു സ്ട്രെച്ചിലിരുന്നാണ് ചെയ്യുന്നത് അല്ലേ? ആൻഡ് ദിസ് ഇസ് വാട്ട് ഈവൻ ഹാപ്പൻസ് ഇൻ ദ OET എക്സാമിനേഷൻ. അവരുടെ ഒരു ബഞ്ച് ഓഫ് പേപ്പേഴ്സ് ഉണ്ടാവും. ഈ ബഞ്ച് ഓഫ് പേപ്പേഴ്സ് അവർ ഒരുമിച്ചിരുന്നാണ്, അല്ലെങ്കിൽ ഒരു പേപ്പർ കറക്റ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല കറക്റ്റ് ചെയ്യുന്നത് അല്ലേ? ലൈക്ക് ഇറ്റ്സ് എ പ്രോസസ്. ഇപ്പോൾ ഒരു പേപ്പർ കറക്റ്റ് ചെയ്യുന്നു, ആ പേപ്പർ വായിച്ച് തുടങ്ങുമ്പോൾ കിട്ടുന്ന ഇംപ്രഷനുണ്ട്. ഇപ്പോൾ ഞാനൊരു പേപ്പർ വായിച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ എനിക്ക് ഓൺലൈൻ സ്റ്റുഡൻസിന് എല്ലാവരും പേഴ്സണലി അറിയാത്തതുകൊണ്ട് നമ്മൾ പേപ്പർ വായിക്കുന്നു. എനിക്ക് ആ കുട്ടിയാണ് ഇപ്പോൾ റെഗുലർ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും അത് ഈ കുട്ടി ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടിയാണ് എന്നുള്ളൊരു പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വായിക്കാൻ പറ്റും. പക്ഷേ ഓൺലൈൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റിൽ മാറിയാണ് പേപ്പേഴ്സ് വരുന്നത് അല്ലേ? നമുക്ക് അവരെ ബൈ നെയിം നമുക്ക് അവരുടെ ഒരു പ്രീവിയസ് ട്രേസ് ഒന്നും നമുക്ക് ഉണ്ടാവണമെന്നില്ല. സോ ഒരു ഫ്രഷ് പീസ് ഓഫ് പേപ്പർ നമ്മൾ അവിടെ ഒരു പേരും അവരുടെ ലെറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. സോ എനിക്ക് ആ ലെറ്റർ വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഇംപ്രഷനാണ് കുട്ടിയുടെ സ്കോർ. ഡെഫിനറ്റ്ലി ക്രൈറ്റീരിയ ഇംപ്രഷൻ മാത്രമല്ല, ക്രൈറ്റീരിയ വൈസ് അവിടെ നിങ്ങളുടെ ലാംഗ്വേജ് നോക്കണം, ഗ്രാമർ നോക്കണം, ലേ ഔട്ട് കംപ്ലീറ്റ് ആയിരിക്കണം, വേർഡ് കൗണ്ട് മീറ്റ് ചെയ്തിരിക്കണം, സെലക്ഷൻ ഓഫ് കണ്ടന്റ് കൃത്യമായിരിക്കണം, ഓർഗനൈസേഷൻ പ്രോപ്പർ ആയിരിക്കണം, ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കണം അല്ലേ, പർപ്പസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റണം. എല്ലാം നമ്മൾ നോക്കും. ബട്ട് സ്റ്റിൽ എന്താണ് പറയുക, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ലെറ്റർ വായിക്കുന്നത് എല്ലാ ലെറ്ററും ഐ ആം റൈറ്റിംഗ് ടു അപ്ഡേറ്റ്, ഐ ആം റൈറ്റിംഗ് ടു അപ്ഡേറ്റ്, ഐ ആം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് ഇങ്ങനെ വായിച്ച് പെട്ടെന്ന് വേറെ രീതിയിൽ ഒരു ഇൻട്രഡക്ഷൻ കാണുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നത്തെ ലെറ്റർ ഞങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദിസ് ഇസ് ടു നോട്ടിഫൈ ദ ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് മിസ്റ്റർ ജോർജ് വുഡ്വാർഡ് who is under consultation. His dermal burns is recovering and he is now to undergo skin grafting. He is now willing to undergo. Yeah, he is now willing to undergo skin grafting. ഇങ്ങനെയാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ഒരു കാര്യം മിസ്സായിപ്പോയി. മിസ്റ്റർ ജോർജ് വുഡ്വാർഡ് is 8 years old. Yeah, and one of your patients. Was under your consultation. Yeah, yes. So under your consultation രീതിയിൽ എഴുതിയിട്ടുണ്ട്. സോ അത് പ്രശ്നമില്ല. സോ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു അല്ലേ? കാരണം നോൺ കേസ് ലെറ്റേഴ്സിൽ എപ്പോഴും നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നത് വൺ ഓഫ് യുവർ പേഷ്യൻസ്, യുവർ പേഷ്യന്റ് യൂസ് ചെയ്യണം. അത് ക്ലീഷേ അല്ല, പക്ഷെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യണം ഇഫ് ഇറ്റ് ഇസ് എ നോൺ കേസ് ലെറ്റർ, ബിക്കോസ്
ദ റീഡർ ഷുഡ് ഗെറ്റ് ടു നോ ഇതെൻ്റെ പേഷ്യൻ്റ് ആയിരുന്നല്ലോ, ഞാൻ ചികിത്സിച്ച പേഷ്യൻ്റ് ആയിരുന്നല്ലോ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കാനാണ്. അല്ലാണ്ട് നിങ്ങൾ അത് തന്നെ എഴുതണം എന്നല്ല അർത്ഥം. ഇവിടെ നമ്മൾ മാറ്റി ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുന്നത്, ദിസ് ഇസ് ടു നോട്ടിഫൈ ദ ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് മിസ്റ്റർ ജോർജ് വുഡ്വാർഡ് ഹു ഈസ് അണ്ടർ കൺസൾട്ടേഷൻ. നിങ്ങളുടെ കൺസൾട്ടേഷനിൽ അടിയിലുള്ള നിങ്ങളുടെ പേഷ്യൻ്റായ എന്നുള്ള അർത്ഥത്തിലേക്ക് വരികയാണ്. അത് വായിക്കുന്ന ആ ഡോക്ടറിന് കൃത്യമായിട്ട് ഓക്കെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള എൻ്റെ പേഷ്യൻ്റാണ് ജോർജ് വുഡ്വാർഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഹി ക്യാൻ സെർച്ച് ഓൾ ദി ഡീറ്റെയിൽസ് റിഗാർഡിങ് ദിസ് പേഷ്യൻ്റ് ഇൻ ഹിസ് ഫയൽ അല്ലേ. അപ്പോൾ അത് അവിടെ കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാം, പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഫോർമൽ ലാംഗ്വേജിൽ കൃത്യമായിട്ടുള്ള ഫോക്കസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ എക്സാമിനേഷനിൽ ട്രാപ്പ് എന്ന് തന്നെ പറയാൻ പറ്റുന്നത് അവർ എന്താ പറയുക, ട്രാപ്പ് എന്നല്ല, റൈറ്റിംഗ് ടാസ്കിൽ അപ്ഡേറ്റ് ദ സെൽ സ്റ്റേറ്റസ് എന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വി ഹാവ് ദാറ്റ് എന്താ പറയുക ഏർജ് ടു ഫോളോ ദാറ്റ് ക്ലീഷേ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അത് എഴുതിയവരായിട്ടും പേടിക്കൊന്നും വേണ്ട, ഞാനത് മോശമാണെന്നല്ല പറയുന്നത്. ബട്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ വർക്ക് ഓൺ ഈവൻ ഇൻ ദ ഫ്യൂച്ചർ. ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾ നിങ്ങളങ്ങനെ ഒരു പ്രീ പ്ലാൻഡ് പ്രിപ്പയർഡ് ആൻസേഴ്സ് ആയിട്ട് പോകുന്നതിനോട് എനിക്ക് ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമിക്കും ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ ഈ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നവർക്ക് നിങ്ങളുടെ മാർക്ക് പോകുമെന്നോ ഒന്നും അല്ല പറയുന്നത് കേട്ടോ. There are lots of ഇംപ്രഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. കാരണം ഒരിക്കലും അവർക്ക് മാർക്ക് ഒരു പരിധികൾ കുറയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് റിട്ടൺ സംതിങ് നിങ്ങൾ സെൻസിബിൾ സെന്റൻസ് എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വിൽ നോട്ട് ലൂസ് മാർക്സ് ടു ആൻ എക്സ്റ്റെന്റ്, ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള കുറേ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. ട്രൈ ടു എക്സൈറ്റ് ദം ഇൻ പ്രോപ്പർ സെൻസ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ നോൺ കേസ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചാടിക്കറി ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് എന്നുള്ളത് ഇനിയെങ്കിലും ഫോളോ ചെയ്തിരിക്കുക. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പേഷ്യൻ്റായ നിങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡൻറ്റിലുള്ള എന്നുള്ള അർത്ഥത്തിൽ ഇവർക്ക് പ്രീവിയസ്ലി ഈ പേഷ്യൻ്റുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായാൽ മതി. ഓക്കെ, സോ ഐ തിങ്ക് ദറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ വേറെ ഈ ലെറ്ററിൽ വേറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പോലെ ഒരു പേഷ്യൻ്റ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ബേൺസ് ആയിട്ട് വരുന്നു, അവിടെ മാനേജ്മെൻറ്റ് കൊടുക്കുന്നു. പേഷ്യൻ്റ് ആ സമയത്ത് അവസ്ഥ കുറച്ച് മോശമായിരുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഡ്രസ്സിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് പേഷ്യൻറ്റിനെ അതിനുശേഷം ഹോം വിസിറ്റിലേക്ക് വിടുന്നു. ആ ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് പേഷ്യൻറ്റിനോട് സ്കിൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പോസിബിലിറ്റിനെ പറ്റി പറഞ്ഞെങ്കിലും പേഷ്യൻ്റ് അന്ന് അതിനോട് വില്ലിങ്നെസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹോം വിസിറ്റ് ഗ്രാജുവലി പേഷ്യൻറ്റിന് ഹോം വിസിറ്റ് കൊടുക്കുന്ന നേഴ്സാണ് റൈറ്റർ ഓഫ് ദ ലെറ്റർ. നമ്മൾ നേഴ്സാണ്. അപ്പോൾ നമ്മൾ ഹോം വിസിറ്റ് കൊടുത്ത് ഓരോ ഹോം വിസിറ്റിലും പേഷ്യൻറ്റ് വൂണ്ട് ഹീലായി പേഷ്യൻ്റെ കണ്ടീഷൻ ഇപ്പോൾ നിലവിൽ പ്രോഗ്രസ് ആയിട്ട് നിലവിൽ പേഷ്യൻറ്റ് നോർമലായി. അപ്പോൾ ഇന്നത്തെ ഹോം വിസിറ്റിൽ ചെന്നപ്പോൾ നേഴ്സ് വീണ്ടും ഈ പറയുന്ന സ്കിൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പോസിബിലിറ്റിനെ പറ്റി ഒന്നുകൂടെ പറഞ്ഞപ്പോൾ പേഷ്യൻ്റ് ഇന്ന് വില്ലിങ്നെസ് കാണിച്ചു. സോ ഈ കാര്യങ്ങളും അറിയിച്ചുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ ഹോം വിസിറ്റിലുള്ള പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് അറിയിച്ചുകൊണ്ട് നമ്മുടെ റീഡറിന് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് ഡോക്ടറിന് ഓൾറെഡി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിന് തന്നെ ഒരു റെഫറൽ ലെറ്റർ എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. സോ ഇറ്റ് ഈസ് എൻ ഓൺ കേസ് ലെറ്റർ, റെഫറൽ ലെറ്റർ, റിസീവർ ഓഫ് ദ ലെറ്റർ ഇസ് എ ഡോക്ടർ ആൻഡ് ഇറ്റ് ഈസ് ഫോർ ലൈക്ക് ടു അപ്ഡേറ്റ് അല്ലേ, പേഷ്യൻറ്റിൻ്റെ ആ ഒരു ഫർദർ കെയർ കൊടുക്കുന്ന കാര്യത്തിനെ പറ്റി പറയാനാണ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോ വളരെ സിമ്പിൾ ലെറ്ററാണ്. ആൻഡ് ഓൾസോ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വേർഡ് കൗണ്ട്. കാരണം ഓൾറെഡി നമുക്ക് ശരിക്കും ഡീറ്റെയിലിംഗ് കൊടുക്കാനുള്ള സോഷ്യൽ ഹിസ്റ്ററി ഒന്നും എഴുതാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പാസ്റ്റ് ഹിസ്റ്ററിയിലൊന്നും എഴുതാനില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് പേഷ്യൻറ്റിൻ്റെ ആ 28 ഡിസംബറിൽ തൊട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റലൈസേഷൻ സമയത്തെ കാര്യങ്ങൾ ഓൾറെഡി ഡോക്ടറിന് അറിയാവുന്നതാണ്. പക്ഷെ നമുക്കവിടെ ഒരു റിമെമ്പറൻസ് പറയാം, നറേറ്റീവിൻ്റെ ഒരു പ്രോപ്പർ ഫ്ലോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ഈ പേഷ്യൻ്റ് ഇങ്ങനെ ഇത്ര ദിവസം മുമ്പ് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ബേൺസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അന്നത് മാനേജ് ചെയ്തിരുന്നു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹോം വിസിറ്റ് അതിനുശേഷം ഹോം വിസിറ്റിലായിരുന്നു എന്നുള്ളൊരു നറേഷൻ നമുക്ക് ഫോളോ ചെയ്യാം. ആ ഡോക്ടറിന് പെട്ടെന്നൊരു ട്രാക്ക് കിട്ടണം അല്ലെ, പെട്ടെന്ന് ആ ഒരു ഐഡിയ പെട്ടെന്ന് ആ ഇൻസിഡൻറ്റിലേക്ക് ഡോക്ടറിനെ നയിക്കാനായിട്ട് സഹായിക്കും. പക്ഷെ അവർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയരുത്. നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു ചെയ്തത് എന്ന രീതിയിലുള്ളൊരു ദിസ് ഇസ് വാട്ട് വി ഡു ഈവൻ ഇൻ ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഐ ഓൾവേസ് സേ ലെറ്റർ ഇസ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല, റിട്ടൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് പ്രസന്റ് ചെയ്യാനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ എഴുതി വയ്ക്കുന്നത് മാത്രം. സോ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ഡോക്ടറിനോട് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഡെഫിനറ്റ്ലി നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ഹോം വിസിറ്റിൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് പറയില്ല അല്ലേ. ഡു വി സേ ദാറ്റ് if you are really present in this issue to the doctor who has already treated this patient 10 days before, ആ ഡോക്ടർ മറന്നു പോകാം അല്ലേ. ഈവൻ ദോ ഇറ്റ് ഈസ് എ നോൺ കേസ് ലെറ്റർ, ഡെഫിനറ്റ്ലി മറന്നുകൊണ്ട് അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോപ്പർ നറേറ്റീവ് കംപ്ലീറ്റ് ആവണമെങ്കിൽ
ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് പേഷ്യൻ്റ് ഇങ്ങനെ കുറച്ച് നാളും വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. ആൻഡ് ദിസ് ഇസ് ഹൗ ഐ ഹാവ് റിട്ടൺ ദിസ്. Okay. So I think we have some questions. Great explanation. Reena, hi. High five. So, Merin, what about listening module? Okay, we'll come to that, Merin. Sudha, hi, sir. Then 10C, what about recommendation part? We'll be dealing that at the end of the letter, I hope. And Sudha has got another doubt regarding letter. So, more than 6 complaints of having the patient, then how can we write the letter in second paragraph? Actually, question കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കും. അങ്ങനെയാണെങ്കിൽ we'll definitely answering your yes, the question is not that clear അല്ലേ. സോ ഇതൊന്നുകൂടി ക്ലിയർ ചെയ്തെന്ന് പറയാമോ? അപ്പോൾ നമ്മൾ അതിന് ആൻസർ ചെയ്യാം. And Sonia has given you a sample for introduction. This is notifying about Mr. X, one of your patients. One of your patients, it is. Who requires. Is it correct answer? Yes, yeah, definitely. Patients. This is notify about one of your patients. Yeah, and one of your patients in the like a reference ആണ്. You have to separate that in 2 commas. ആ 1-ന് ശേഷവും അല്ല 1-ന് മുമ്പും പേഷ്യൻസിന് ശേഷവും comma ഇടുക. And Rosni Luca has come out. Comments down on comments. Yeah, it depends on the sentence. ആ സെൻറ്റൻസിനോട് പറയുകയാണെങ്കിൽ കറക്ഷൻ തരാം കേട്ടോ റോസ്മി. കമൻസ് ഡോൺ ശേഷം എന്ത് വരുന്നു, കമൻറ്റ് 2 രീതിയിലുള്ള സെൻറ്റൻസുകളുണ്ട്. ആ അതിന് ശേഷം എന്ത് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കേട്ടോ. ഓക്കെ, യെസ്. സോ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു നറേഷൻ പ്രോപ്പറായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയാണ് ഞാൻ ആ ഒരു ഫസ്റ്റ് ബോഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ ജോർജ് വുഡ്ലാൻഡ്സ് അഡ്മിഷൻ വുഡ്ലാൻഡ്സ് അല്ല കേട്ടോ, വാട്ടർ ബി നെയിമിൽ കാര്യമില്ല. മിസ്റ്റർ ജോർജ് അല്ലെങ്കിൽ മിസ്റ്റർ വുഡ്വാർഡ്സ് വുഡ് ബി ഫൈൻ. മിസ്റ്റർ വുഡ്വാർഡ്സ് admission to the emergency department as in your records due to dermal burns on the right leg was eventful with signs of infection. You can read it once again, I guess. Mr. Woodward's admission to the emergency department as in your records due to dermal burns on the right leg was eventful with signs of infection. Therefore, after hospitalization, he has been under home visits for 2 weeks to provide continued care. So, വളരെ കൃത്യമായിട്ട് ഡോക്ടറിൻ്റെ ഐഡിയ കിട്ടി അല്ലേ. പേഷ്യൻറ്റിൻ്റെ ഇങ്ങനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡേർമൽ ബേൺസുമായിട്ട് റൈറ്റ് ലെഗിൽ ഡേർമൽ ബേൺസുമായിട്ട് വന്ന വുഡ്വേർഡ്സ് വന്ന പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. അതിനുശേഷം സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലൈസേഷന് ശേഷം പേഷ്യൻറ്റ് 2 ആഴ്ച ഞങ്ങളുടെ ഹോം വിസിറ്റിൻ്റെ കീഴിലായിരുന്നു. Okay, so Subhangi has asked to speak in English. So sorry, Subhangi, I was like talking about like in this letter you should just not start with the first home visit. Instead, you have to give an introduction to what happened to this patient even in your care. That doesn't mean that you have to give a detailed account of what has happened in the hospitalization from 28th of December, but you can give a brief introduction like this. So once again, I can give reading on that. Mr. Woodward's admission to the emergency department as in your records due to dermal burns on the right leg was eventful with signs of infection. Therefore, after hospitalization, he has been under home visits for 2 weeks to provide continued care. ഇനി നമുക്ക് എന്തിലേക്ക് വരാം? We can like we can now come to the incidents that have happened after hospitalization. ഇനിയുള്ള കാര്യങ്ങൾ we have to give a detailed account because this is something which the doctor doesn't know. So we have to clearly mention the dates because it is all happening over a span of 8 days. So the doctor should get to know when and where this progress is marked. അതുകൊണ്ട് ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ്സ് see how it is written. In the initial visit on 1st of January 2022, his wound edge was inflamed. However, there was no any bad odor or pain. During the dressing removal, there was no bad odor or pain during the dressing removal, and necrotic tissue started to detach. Home visit after 3 days showed good progress on Mr. Woodward's with healing of wound edge and formation of epithelialization tissue. And today, he reports reduction in pain scale from 7 to 3, and his wound is noted with no infection. So, ഇത്രയാണ് നമുക്ക് പറയേണ്ടത്. So, overall, he has made good progress എന്ന രീതിയിൽ നമുക്ക് അവിടെ eschar tissue eschar tissue is lifted from
ദ സർഫേസ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് ഡോക്ടറിന് കൃത്യമായിട്ട് പിക്ചർ കിട്ടി അല്ലേ. 1st of January ഇങ്ങനെയായിരുന്നു, ആൻഡ് ആഫ്റ്റർ 3 days so and so happened, and now his status is like this. So everything has been clearly given, and there is nothing much more to be discussed. Like there is no more other kind of എന്താണ് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും ഇല്ല അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ റെക്കമെൻഡേഷനിലേക്ക് പോകാം. Recommendation. So, like Sudha has come up with a question with a little more clarity, I guess. The patient was admitted to the hospital with more than 6 complaints or symptoms in second paragraph. How can we write the letter? I think your doubt is like whether we did write all these complaints എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്. Patients are in the hospital with more than 6 hospital വന്നത് 6 complaints, more than 6 complaints. Okay, I think second paragraph, I mean after the introduction അല്ലേ. So definitely, like it depends. If you just need to mention he presented or he was admitted with such symptoms of so and so എന്ന് മെൻഷൻ ചെയ്താൽ മതി, അങ്ങനെ എഴുതാം. And if the reader should really get to know the complaints that the patient had, അതെല്ലാം ആ 6 കംപ്ലൈൻറ്റും ആ റീഡറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഇഫ് യു തിങ്ക് ഇറ്റ് ഇസ് ലോങ് ഹെഡഡ് സെൻറ്റൻസ്, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 6 കംപ്ലൈൻറ്റ്സ് ഒരു സെൻറ്റൻസിൽ എഴുതേണ്ട ആവശ്യമില്ല. യു കൻ മേക്ക് ഇറ്റ് ഇൻ 2 sentences കേട്ടോ. Okay. Yeah, that's it. And over to the recommendation paragraph. Kindly proceed with further management measures since he is convinced for skin grafting. Yeah. Yes. അല്ലേ. അപ്പം സ്കിൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഇന്നത്തെ ഡിസ്കഷൻസിൽ പേഷ്യൻ്റ് സ്കിൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വില്ലിങ്നെസ് കാണിച്ചതുകൊണ്ട് അതിന് ഫർദർ മാനേജ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ആ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാം. സോ because it's about doctors, so I think for the management is appropriate. Yeah. So ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ലെറ്ററിൽ പറയാനുള്ളത്. If you have any more doubts, you can make your comments, and over to Priyanka for speaking discussion. Yes, so you can definitely comment on the writing questions, writing answer if you have any doubts on the same. And by that time I'll be talking about the speaking card. Okay. So I got to know that there has been a lot of repeated questions. അപ്പോൾ ഒത്തിരി repeated questions ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് I think it's quite easy for me this time to check into the speaking cards. There is a small doubt on okay, please clear it out. Sir, how can you please tell how to use comma while writing names? Okay, Jofi, I think you should come up with an example. Then we can, it depends. What kind of names you are intending? Like, is it names of like medications or complaints? I didn't really understand. Yes, I think it depends upon each sentence. Yeah. Okay, comma depends upon each sentence and its situation. It would be better if you could give me better clarification to this doubt. Yes. Thank you. Yeah. All right. So there have been the settings that student said was there was hospital was there, the community health center was there, and then pre-surgery clinic was there. So Amrita has commented speaking topic is MRSA screening. Yes, Amrita, I have a request from your side. Like, was that familiar to you? Like, നമ്മൾ അത് ചെയ്തിട്ടുള്ള ഒരു കാർഡായിരുന്നു. So you found this familiar? അതൊരു ഫെമിലിയർ ആയിട്ട് തോന്നിയോ? So that the students would also know that actually upcoming exam takers attempted today's examination. അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്ത കാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാർഡ്സ് ആയിരുന്നു വന്നിരുന്നത്. അതെ. You can just mark your comments. Yes. Okay. Yep, please. So the first card was about 60-year-old patient in a Yes, ma'am. Yeah. Yes, it's same. Yes. Yes, that's what it is. Now, ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ഓരോ കാർഡും യു ഹാവ് ടു മേക്ക് ഇറ്റ് ദാറ്റ് thorough because there is a chance that it can repeat in another examination. And also, all these cards and all these words will be very familiar for you once you, or similar ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ these words നിങ്ങൾക്ക് അത്രയും ഫെമിലിയർ ആയിരിക്കും because they very limited they come up with new topics or new kind of vocabulary. എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനുള്ളിലുള്ള കാര്യങ്ങളാണ് അവർ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാർഡും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഐ തിങ്ക് ഐ ഓൾവേസ് യൂസ് ടു മെൻഷൻ അറ്റ് ദിസ് ടൈം. ദർ ബീൻ മൾട്ടിപ്പിൾ കാർഡ്സ് വിച്ച് റിപ്പീറ്റഡ്. ആ ഒരു ലാസ്റ്റ് എക്സാമിനേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കാർഡ്സ് ഇവിടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് തിങ് ഫോർ ദ സ്റ്റുഡൻസ് ഹു ഹാവ് റിട്ടൺ എക്സാമിനേഷൻ. സോ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. So അങ്ങനെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. So there is a doubt from writing from NVG. Is it okay include mother's death incident and now willing? Yeah, definitely. Yes, a traumatic condition. Definitely can mention that. Oda prashna. Okay. So he has been given fluids and a blood test
So has requested to speak to you. So I think ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഐ തിങ്ക് നമ്മളിത് ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റിക്വസ്റ്റഡ് ടു സീ യു, അതായത് പേഷ്യൻറ്റ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് സ്റ്റുഡൻസിന് പലപ്പോഴും ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്റ്റുഡൻസ് അത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് റിക്വസ്റ്റഡ് ടു സീ യു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വന്നു എന്നുള്ള രീതിയിൽ അവർ മെൻഷൻ ചെയ്തത്. കാരണം ഇറ്റ്സ് നോട്ട് എൻ അൺനോൺ കേസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി നോൺ ടു. കാരണം ഇപ്പം എന്തിനാ പേഷ്യൻറ്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. സോ ഹലോ പ്രിയങ്ക, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു റിക്വസ്റ്റഡ് ടു സീ മീ, ക്യാൻ ഐ നോ ദ റീസൺ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് you should be aware, because you know the patient, because patient has requested to see us. അപ്പോൾ നമ്മൾ ആരാണ് ഇപ്പം നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത് നമ്മളെ കാണാൻ വരുന്ന ഒരാളാണ് അല്ലേ. സോ വി നോ ദറ്റ് പേഷ്യൻറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം we do not know why the patient is sitting in front of us right now. So അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തപ്പോഴും I think we have discussed it. Yes. Discharge immediately. Yes. Second topic is acute kidney injury, something that we are discussing right now. Alle Amrita. Okay. And then ഡിസ്ചാർജിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത പല കീവേഡ്സും എംഫസൈസ്, റിയാഷുറൻസ്, ഇതൊക്കെ ആ ഒരു കാർഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആൻഡ് ദെൻ ദ സെക്കൻഡ് another card is ഒരു 35-year-old ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ സെറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. യൂറിനറി കത്തീറ്റർ ബിക്കോസ് ഓഫ് നെർവ് ഡാമേജ് ഇൻ ആൻ ആക്സിഡൻറ്റ്. സോ ആൻഡ് യൂറിൻ ലീക്ക് ചെയ്യുന്നുണ്ട്. സോ യൂറിനറി കത്തീറ്റർ ഇൻസേർഷൻ്റെയും അതിൻ്റെ നീഡ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വേറൊരു കാർഡായിരുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ്. സോ പേഷ്യൻസ് വിസിറ്റിൻ്റെ റീസൺ, വി ആക്ച്വലി ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് പേഷ്യൻറ്റ്. സോ ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ആൻ അൺനോൺ കേസ്. സോ പേഷ്യൻ്റ് ആണ് നമ്മൾക്ക് പേഷ്യൻറ്റിൻ്റെ റൈറ്റ് നൗ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ബേസ്ഡ് ഓൺ ദാറ്റ് ഡെഫിനറ്റ്ലി we have to explain things to the patient. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട് അല്ലേ, ഇങ്ങനെ ഒരു അൺനോൺ കേസ് ആകുമ്പോഴത്തേക്കും ഇനിഷ്യലി കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഐഡിയ കിട്ടണം എന്താണ് പേഷ്യൻ്റ് ഇപ്പം അണ്ടർഗോ ചെയ്യുന്ന സിറ്റുവേഷൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എപ്പോഴും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തേക്കുന്നത്. ഓക്കെ. ആൻഡ് another question was about 6-year-oldൻ്റെ ഒരു നോസ് ബ്ലീഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 6-year-old മദർ പാരൻ്റ് ആണ് വന്നിരിക്കുന്നത്. അഗൈൻ അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ് സെറ്റിംഗ് വന്നിരിക്കുന്നത്. ചൈൽഡ് ഇസ് നോട്ട് പ്രസൻറ്റ്, ചൈൽഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. And find out reason for patient's visit. So we have no idea why the patient. Again, community health centerൽ വന്ന ഒരു അൺനോൺ കേസാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഉറപ്പാണ് ഇവിടെ മദർ ലിറ്റിൽ ആൻഷ്യസ് ആണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. യു സീംസ് ടു ബി സോ ആൻഷ്യസ്, ക്യാൻ ഐ നോ ദ റീസൺ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ആ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഇംപ്രസീവ് ആയിരിക്കും. ബിക്കോസ് സിനാരിയോ തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ടു ഗെറ്റ് എ ബെറ്റർ ഐഡിയ അബൌട്ട് ദ നോസ് ബ്ലീഡ്, അതിൻ്റെ ഡ്യൂറേഷനും അത് എത്ര നേരം ഉണ്ടായിരുന്നു എന്നും, ആൻഡ് എങ്ങനെയാണത് റിസോൾവ് ചെയ്യാൻ എന്തൊക്കെ മെത്തഡ്സ് യൂസ് ചെയ്തു എന്നും, പിന്നെ അതിൻ്റെ പോസിബിൾ കോസസും ഒക്കെ ആയിരിക്കും നമ്മൾ അതിനകത്ത് ഇൻഫോം ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് സ്റ്റുഡൻസ് ഹാവ് ടോൾഡ് മീ ദാറ്റ് ഇറ്റ് വാസ് എ ബിഗ് കാർഡ്. ഇതൊരു വലിയ കാർഡായിരുന്നു. സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് ദാറ്റ് സ്റ്റേജ് അല്ലേ. പിന്നെ ഒരു ഗ്യാസ്ട്രോസ്കോപ്പി, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള എന്താ പറയുക, വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതൊന്നും പുതുതായിട്ട് വരുന്നേ അല്ല. നോസ് ബ്ലീഡ് ആയാലും എന്താ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കത്തീറ്റർ ഇൻസേർഷൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ വന്ന ഗ്യാസ്ട്രോസ്കോപ്പി ആണെങ്കിലും സസ്പെക്റ്റഡ് സ്റ്റൊമക് അൾസർ, ഇതൊക്കെ ഇറ്റ്സ് ബീൻ റിപ്പീറ്റിംഗ് സോ മെനി ഇയേഴ്സ്, ഐ മീൻ സോ മെനി മന്ത്സ്. ഒത്തിരി നാളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാർഡ്സ് ആണ്. എസ്പെഷ്യലി ഞാൻ കണ്ടീഷൻ നെയിം ആൻഡ് ഓൾസോ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഒരു ഇൻഫർമേഷനും. എക്സ്പ്ലോർ പേഷ്യൻസ് കംപ്ലൈൻസ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു കീവേഡ്. ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ആക്ച്വലി വളരെ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞിരുന്നത് എങ്ങനെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എന്തായിരിക്കും എന്നുള്ളൊരു സ്പെക്കുലേഷൻ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ വട്ടം ഒരു ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൻ്റെ കാര്യം വളരെ ഓർത്തിരുന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ബീൻ എ ക്ലിയർ നോൺ കേസ്, സ്പെഷ്യലി ഹോസ്പിറ്റൽ വാർഡാണ്. സോ ഇത് ക്ലിയർ നോൺ കേസ് ആണ്. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഹൗ യു കോപ്പിംഗ് വിത്ത് ദ
with the preparation instructions which was advised എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഐ ഹോപ്പ് യു ഹാവ് ഡൺ വെൽ. And urinary tract infection. Oh my god, this is a very common topic. I would say ഇതിപ്പോൾ ഒരു 4ാമത്തെ 5ാമത്തെ തവണയായിരിക്കും എക്സാമിന് വന്നിട്ടുണ്ടാവുക. So that's been very clear. And this hospital, again hospital ആണെന്ന് സെറ്റിങ്. So probably that's a clear non-case. And non-case ആയതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വളരെ എളുപ്പമായിരിക്കും അല്ലേ. ആൻഡ് വി ഹാവ് പ്രീ-സർജറി ക്ലിനിക്. ഒരു പ്രീ-സർജറി ക്ലിനിക് ഉണ്ടായിരുന്നു. ഇത് അഗൈൻ നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് ചെയ്ത ഒരു സിമിലർ കാർഡ്. നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് എനിക്കൊന്ന് എക്സാമിന് 3-4 ദിവസം മുന്നേ ചെയ്തൊരു കാർഡാണ്. ആൻഡ് ഇത് സ്റ്റഫൈലോകോക്കസ് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഒരു ഷോർട്ട് ഫോം ഉണ്ടായിരുന്നു, ലൈക്ക് MRSA എന്ന് പറഞ്ഞിട്ട്. സോ ഡ്യൂറിങ് ദ ഡിസ്കഷൻ ഐ റിമെമ്പർ ദറ്റ് ഐ വാസ് ഫൈൻഡിങ് ഇറ്റ് ഹാർഡ് ടു റീഡ് ഇറ്റ് ഔട്ട്. സോ ഇത് ഇറ്റ്സ് ബീൻ എ വെരി ഗുഡ് കോയിൻസിഡൻസ്, വളരെ ബ്ലെസ്ഡ് കോയിൻസിഡൻസ് ആയിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ബീൻ എ ബിഗ് ഹാർഡ് as well. So I'm sure that all my students would have done a great job. ഈ ഒരു കാർഡ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും അവരോട് എക്സാമിന് മുന്നേ പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യം വരില്ല. ബിക്കോസ് യു വിൽ നോട്ട് സീ എനി വേർഡ് ഔട്ട്സൈഡ് വാട്ട് വി ഹാവ് പ്രാക്ടീസ്ഡ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് പുറത്ത് നിങ്ങൾ ഒരു വാക്ക് പോലും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ ആ വാക്കുകളൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഹൗ ടു മാനേജ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി ഈസി, ദാറ്റ് യു ഡു നോട്ട് ഹാവ് ടു പാനിക് അറ്റ് ഓൾ. അപ്പോൾ ഇങ്ങനൊരു കാർഡ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വിച്ച് വിൽ ബൂസ്റ്റ് അവർ കോൺഫിഡൻസ് വിത്ത് സംതിങ് ദറ്റ് വി ഹവ് പ്രാക്ടീസ്ഡ് ആൻഡ് വി ഗോട്ട് കറക്ഷൻ ഓൺ. സോ അതെല്ലാവരും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ തിങ്ക് 2 community health center, 2 hospital, and 1 pre-surgery clinic, and 1 more community health center, I guess. So ഇത്രയുമായിരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇല്ലായിരുന്നു, ഹോം വിസിറ്റ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ക്ലിനിക്ക് ഒരു പ്രീ സർജറി ക്ലിനിക്ക് ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു ഈ വട്ടത്തെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന സെറ്റിംഗ്. ആൻഡ് ഓൾസോ ലാസ്റ്റ് ടൈം വി ആക്ച്വലി സ്പോക്ക് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്. ആൻഡ് അതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ വട്ടം വന്നിട്ടുമുണ്ട്. സോ ഐ ഹോപ്പ് ദ സ്പെക്കുലേഷൻ ഡെഫിനറ്റ്ലി വുഡ് ഹാവ് ഹെൽപ്ഡ് യു. ആൻഡ് ഓൾസോ ദിസ് വാസ് ഐ തിങ്ക് വെരി ഈസി കാർഡ്സ്. നല്ല എളുപ്പമുള്ള ഒത്തിരി റെപ്പിറ്റേഷൻ വന്നിട്ടുള്ള കാർഡാണ്. സോ സ്പീക്കിംഗ് സ്റ്റുഡൻസ് പറഞ്ഞാലും ഇല്ലെങ്കിലും ഐ കൺക്ലൂഡ് ഇറ്റ് ആസ് എൻ ഈസി തിങ്. റൈറ്റിംഗ് ലൈക്ക് ഹൗ മൈറ്റ് ഹവ് അപ്രോച്ച്ഡ് എന്നുള്ളത് ആസ് എ ക്വസ്റ്റ്യൻ. സെറ്റിംഗ് ഇസ് ഹോസ്പിറ്റൽ. സ്പീക്കിംഗ് ടോപ്പിക് നല്ലതായിരുന്നു. ഓക്കെ, യാ, ദാറ്റ്സ് വാട്ട് അത് തന്നെയാണ് what I feel also. It's been very easy. There is a comment from Josie, an elderly woman, like regarding comma, like an elderly woman, Mr. X. Yeah, so an elderly woman, comma, Mr. X. Okay. Miss X. Okay. Great work, sir and ma'am. Thank you so much. Thank you. What about writing? Can you please discuss? Okay, God. Josie Joni, I think you have to go back. Like the whole 45 minutes you might have taken for discussing the writing. So after this and discussion, also like tomorrow you'll get another full session, particularly on writing. So you can just go back to this live session and you can see everything is all about today's writing task. Okay. I think you're late to the class. Yes. So from next time onwards, be on time. Okay. Yes, it's at 9 o'clock. So let's meet at 9. And one thing that I want to remind you is one of our students, one of the audience, has asked me a question regarding listening. If the student was asking about today's listening test, the general conclusion our candidates have given to us is about listening was actually very clear. The pronunciation and the content was very, very clear. But the information was a bit tricky. Like they would come to the answer and then they would explain further, which gives us an idea whether this or that. And then if you think appropriately, അത് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ലിസണിങ്, എസ്പെഷ്യലി ദ മൾട്ടിപ്പിൾ ചോയ്സ് എന്നാണ് പറഞ്ഞത്. ആൻഡ് ആസ് ഐ സെഡ്, റീഡിംഗ് എന്നൊക്കെ പറയുന്നത് ഈസി ആയിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലുള്ള ടോപ്പിക്സ് ആണ് വന്നേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് അഗൈൻ എ ഹാപ്പി ന്യൂസ് ഫോർ ഓൾ ദ സ്റ്റുഡൻസ്. സോ fingers crossed. Yeah. Let's wait for the results. ഇപ്പോൾ റിസൾട്ട്സ് വരുന്ന ട്യൂസ്ഡേ ആണ്. സോ ട്യൂസ്ഡേ അധികം നാളെ എടുക്കുന്നില്ല. ദാറ്റ്സ് അഗൈൻ എ ഗുഡ് തിങ് ഫോർ യു ഓൾ. അപ്പോൾ ഓരോ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത് നമ്മളുടെ തന്നെ സ്റ്റുഡൻസിനോടാണ്.
ഞാൻ അവരോട് തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യൂ, നമ്മളുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതിനകത്ത് നമുക്ക് ഇത്ര റിസൾട്ട്സ് വന്നിട്ടുണ്ട്. സോ യു ഓൾസോ ഷുഡ് ഫീൽ വെരി പ്രൗഡ് അബൌട്ട് ദാറ്റ് ആൻഡ് ദ നെക്സ്റ്റ് റിസൾട്ട്സ് ഉണ്ടാക്കേണ്ടവരാണ് നിങ്ങൾ. സോ ഫീൽ മോട്ടിവേറ്റഡ് ആൻഡ് ഇൻസ്പയർഡ് എന്ന് പറയാറുണ്ട്. സോ ഇറ്റ്സ് ബീൻ വെരി ഹാപ്പി. Let's wait for the results. Fingers crossed, and I hope like everyone who have written the examination. അതെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ സെപ്റ്റംബർ 10th ആൻഡ് സെപ്റ്റംബർ 24th അല്ലേ. എല്ലാവരും നന്നായിട്ടിരുന്ന്, എത്ര തിരക്കാണെങ്കിലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും, ദിസ് ഷുഡ് ബി യുവർ പ്രയോറിറ്റി. സ്പെൻഡ് ടൈം ഓൺ ദിസ് because you have already spent money on it. Yes. ലൈക്ക് സോ ഇതിൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്യൂച്ചർ വേറെയാണ് അല്ലേ. സോ ഇൻവെസ്റ്റ് ടൈം, ഫൈൻ ടൈം ഫോർ പ്രോപ്പർ കറക്ഷൻസ്, പ്രോപ്പർ ട്രെയിനിങ് കിട്ടുക, പ്രോപ്പറായിട്ട് പഠിക്കുക. ആൻഡ് വിഷ് യു വെരി ബെസ്റ്റ്. ആൻഡ് ഇറ്റ്സ് മീ ഹരീഷ് സൈനിങ് ഓഫ്. And this is Priyanka signing off. Good night. Good night. Bye.